ഹായ് വെൽക്കം ബാക്ക് ടു യൂണിറ്റി മലയാളം ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് പ്രോസസ്സിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഈ ഫിൽറ്റേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കുറച്ചും കൂടിയും ഭംഗി കൂട്ടാനോ അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗെയിമിനെ അത് ബാധിക്കില്ലെങ്കിലും നമ്മൾ കാണുന്നത് എങ്ങനെയാണോ അതിനെ കംപ്ലീറ്റ്ലി എൻറ്റയർലി വ്യത്യാസപ്പെടുത്തുന്ന ഒരു അടിപൊളി ഫിൽറ്ററാണ് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രോസസ്സിംഗ്. ഓക്കെ, നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ്ങിന്റെ കൂടെ തന്നെ ലൈറ്റിങ്ങും കൂടി നോക്കുന്നുണ്ട്. കാരണം ലൈറ്റിങ്ങും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സീന് കുറച്ചും കൂടി വൃത്തിയായി എടുക്കാൻ പറ്റുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലൈറ്റിംഗ് വിൻഡോയിൽ പോവാം. ലൈറ്റിംഗ് എവിടെയുണ്ടാവുക? വിൻഡോസ് റണ്ടറിങ്ങിൽ ലൈറ്റിംഗ് സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിന് വിൻഡോ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും സ്കൈ ബോക്സ് ഡീഫോൾട്ടായി കിടക്കുന്ന സ്കൈ ബോക്സ് ആണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ സീൻ എങ്ങനെയാണുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലാൻഡ് ഉണ്ട്, ലാൻഡിന്റെ കുറേ നിരനിരയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 3D മോഡൽസ് ഉണ്ട്, അതായത് നമ്മുടെ വെഹിക്കിൾസിന്റെ കുറച്ച് മോഡൽസ് ഉണ്ട്. പിന്നെ കുറച്ച് ബിൽഡിങ്സിന്റെ മോഡൽസ് ഉണ്ട്. ഇതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ കോപ്പി ആയിട്ട് ഇങ്ങനെ അടുക്കടിക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് മെയിൻ ക്യാമറ ഈ ഒരു പൊസിഷനിലാണ് വെച്ചത്. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് പോലെ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇവിടെ ഗെയിം വിൻഡോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗെയിം വിൻഡോ ആയിട്ട് ഇവിടെയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലൈറ്റിങ്ങിൽ പോയിട്ട് സ്കൈ ബോക്സ് കളറാക്കാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ബോക്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ, ഒരു ലോ പോളി മോഡൽസ് ആണ് ഇവിടെ 90% അല്ല, എല്ലാം ലോ പോളി മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കളറാക്കിയതിന് ശേഷം ആംബിയന്റ് ലൈറ്റ് കുറച്ചൊരു ഓറഞ്ചിഷ് കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, എന്നാലൊരു പരിധി വിട്ട് പോരുന്നുള്ളൂ. കാരണം നിങ്ങളൊരു ഓറഞ്ചിഷ് കളർ കൊടുക്കുമ്പോൾ എന്താ ഒരു ടിൻറ്റ് കിട്ടും. ഒരു ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ടിൻറ്റിൽ അത് നമുക്ക് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് അത് ചെയ്ത് വെക്കാം. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്ഷൻ ലൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ടർ വിൻഡോ പോവാം. ഡയറക്ഷൻ ലൈറ്റ് ഇൻസ്പെക്ടർ വിൻഡോയിൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഫുൾ വൈറ്റ് ആയി പ്ലെയിൻ ആയി കിടക്കാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഒരു 0.7 or 0.8, ഓക്കെ 0.7 നമ്മൾ കൊടുത്തു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ലൈറ്റിന്റെ കളർ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ഏതാണോ ആ ലൈറ്റിൽ നിന്ന് വരുന്ന കളറ് അതാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇവിടെ റെഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ റെഡൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഏകദേശം ഒരു വൈറ്റ് അല്ല, പ്യൂർ വൈറ്റ് കൊടുക്കുന്നില്ല, കുറച്ചൊരു ഓറഞ്ചിഷ് കളറിന് കീപ്പ് ചെയ്യാണ്. അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഷാഡോ കാണാൻ പറ്റും. ഷാഡോ നമ്മൾ ഹാർഡ് ഷാഡോ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഹാർഡ് ഷാഡോ കൊടുത്തപ്പോൾ എന്താ, ഈ ഒരു സീൻ ഒരു ഡെപ്ത് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ റിയൽ ലൈഫിൽ ഷാഡോ ഇല്ലെങ്കിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഷാഡോ ഉള്ളപ്പോൾ എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടേക്കൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സീന് കുറച്ചും കൂടി ഒരു ഭംഗി വെച്ചിട്ടുണ്ട് ആദ്യത്തേനെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ബോക്സ് മാറ്റുക എന്നുള്ളത്. ഡീഫോൾട്ടായി കിടക്കുന്ന സ്കൈ ബോക്സ് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്കൈ ബോക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സ്കൈ ബോക്സ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്കൈയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സ്കൈ ബോക്സ് വന്നപ്പോൾ എൻറ്റയർലി നമ്മുടെ കാര്യങ്ങളും കളേഴ്സും കാര്യങ്ങളും ഒന്ന് പോപ്പപ്പ് ചെയ്ത് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ സ്കൈൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അടിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ സ്കൈ ബോക്സ് നമ്മുടെ സീന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് പണി തരാനും ഇത് ചിലപ്പോൾ സഹായിക്കും. കാരണം ചിലപ്പോൾ ലൈറ്റിംഗ് ഒന്നും തീരെ റെഡി ആവില്ല. മേ ബി അത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടു പോകുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് തന്നെ നിങ്ങൾ വിൻഡോസ് പോവുക, പാക്കേജ് മാനേജർ. ഓക്കെ, പാക്കേജ് മാനേജറിൽ പോയിട്ട് പോസ്റ്റ് പ്രോസസ്സിംഗ് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, യൂണിറ്റി രജിസ്ട്രിയിൽ പോസ്റ്റ് പ്രോസസ്സിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അതെന്താ ചെയ്യുക, ഇവിടെ ഇമ്പോർട്ട് എന്നാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡൗൺലോഡ് എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ അതാ ഇമ്പോർട്ട് ആയി എന്നാണ് ഇവിടെ റിമൂവ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, പോസ്റ്റ് പ്രോസസ്സിങ്ങിന്റെ വേർഷൻ 3.11 ആണ്, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ യൂണിറ്റിന്റെ വേർഷൻ 2019.4.291F1 ആണ്. ഇപ്പോൾ 2019.4 ഒക്കെ ആണെങ്കിൽ വലിയ വ്യത്യാസങ്ങളും കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരുവിധമൊക്കെ എല്ലാം സെയിം ആയിരിക്കും, ചെറിയ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, 3D ഒബ്ജക്റ്റിൽ പോയിട്ട് പോസ്റ്റ് പ്രോസസ് വോളിയം എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, പോസ്റ്റ് പ്രോസസ് വോളിയത്തിൽ ഇവിടെ ഓൾറെഡി ഒരു കമ്പോണന്റ് ഉണ്ട്, പോസ്റ്റ് പ്രോസസ് വോളിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ന്യൂ കൊടുക്കുകയാണ്. സോ പുതിയൊരു വോളിയം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, പുതിയൊരു പ്രൊഫൈൽ. എന്നിട്ട് നമുക്ക് ഒരു ലെയർ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതായത് പോസ്റ്റ് പ്രോസസ്സിങ്ങിന് മാത്രമായിട്ട് ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ലെയേഴ്സിൽ പോവാം, അതായത് ഏത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെയേഴ്സ് കാണാം. അപ്പോൾ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ വോളിയത്തിൻ്റെ ലെയറിൽ പോയി ആഡ് ലെയറിൽ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ് എന്നൊരു ലെയർ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പോസ്റ്റ് പ്രോസസ്സിങ് ക്ലിക്ക് ചെയ്യുക, ഹയറാർക്കി പോയിട്ട് ഡീഫോൾട്ട് മാറ്റിയിട്ട് പോസ്റ്റ് പ്രോസസ്സിങ് ആക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്യാമറ സെലക്ട് ചെയ്യാം. മെയിൻ ക്യാമറ സെലക്ട് ചെയ്തിട്ട് ആഡ് കമ്പോണന്റിൽ പോസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലെയർ ഇവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഫസ്റ്റ്. എന്നിട്ട് വീണ്ടും പോസ്റ്റ് പ്രോസസ് വോളിയത്തിലേക്ക് പോയിട്ട് ഈസ് ഗ്ലോബൽ എന്ന് ടിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനിയാണ് നമ്മൾ എഫക്റ്റ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസ്റ്റ് പ്രോസസ് വോളിയം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ കമ്പോണന്റിൽ ആഡ് എഫക്റ്റ് കാണാൻ പറ്റും. ആഡ് കൊടുക്കുക, ആഡ് യൂണിറ്റി. ഫസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ മൊബൈൽ ഗെയിംസിലാണെങ്കിൽ നല്ല ലോഡ് തരാനും ചാൻസ് ഉള്ളൊരു കാര്യമാണ് ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ലോഡ് മീൻസ് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലോഡാവും നമ്മുടെ സീനും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് മൊബൈൽ ഗെയിംസിൽ. അല്ലാത്ത PC ഗെയിംസിലൊക്കെ ആണെങ്കിൽ തീരെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആംബിയന്റ് ഒക്ലൂഷൻ ഞാൻ എല്ലാം ടിക്ക് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ആംബിയന്റ് ഒക്ലൂഷൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി നോക്കാം. ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞാൻ 100-ൽ ഇടുകയാണെന്ന് വിചാരിച്ചു. സോറി, 100-ലല്ല, 4-ൽ ഇട്ടു. 4-ൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാക്ക് ആവും. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ വരാൻ ചാൻസ് ഉള്ള ഭാഗത്ത് കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന രീതിയിൽ നമ്മൾ തരികയാണ്. അതിൻ്റെ അർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 1-ലൊന്നും ഇടുന്നില്ല, നമുക്ക് കുറച്ച് മതി ആംബിയന്റ് ഒക്ലൂഷൻ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഡെപ്ത് വീണ്ടും തോന്നി, കുറച്ചും കൂടി ഒരു ലൈവ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നി. അടുത്ത എഫക്റ്റ് യൂണിറ്റി ഓട്ടോ എക്സ്പോഷർ ആണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കുറച്ചും വെളുപ്പിച്ചെടുക്കാം അതന്നെ. പക്ഷേ നമ്മുടെ ഈ ഒരു സീനിന് അത് ആവശ്യമില്ല. എന്നാലും നമുക്ക് എക്സ്പോഷറൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോ എക്സ്പോഷർ നമുക്ക് നമ്മുടെ സീനിന് വേണ്ട. ഓക്കെ, ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സീനിൽ ഒരു ലൈറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ലൈറ്റ് കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്യല്ലോ. ഓക്കെ, ലൈറ്റ് കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്യല്ലോ. അപ്പോൾ ആ റിഫ്ലക്ഷൻ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കൈയിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രമേ ഉള്ളൂ, അതായത് ഡയറക്ഷൻ ലൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ സ്കൈയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഭയങ്കര പ്രകാശിക്കും. അപ്പോൾ നമുക്ക് അതും ഇവിടെ വേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി റിയൽ ലൈഫിലാണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വന്നേ. അപ്പോൾ നമുക്കിവിടെ ഒരു പൊടിക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം, 0.1 അങ്ങനെയൊക്കെ ജസ്റ്റ് അറിയാത്ത രീതിയിലൊന്ന് കൂട്ടിയിട്ടൊന്നു. അടുത്ത എഫക്റ്റ് യൂണിറ്റി ക്രോമാറ്റിക് അബ്രഷൻ. ക്രോമാറ്റിക് അബ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് ഒരു സൈക്കിക് എഫക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ GTA 5 ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആൽക്കഹോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രോമാറ്റിക് അബ്രഷൻ വരും. അതായത് നമുക്ക് തല കറങ്ങുന്ന ഫീൽ പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്തോ പോകുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം അവിടെ വേണമെന്നുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു 3 കളറിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ ക്രോമാറ്റിക് അബ്രഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു നോക്കും. അടുത്ത് കളർ ഗ്രേഡിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്, കമ്പോണൻ്റ് അല്ല, ഒരു ഓപ്ഷനാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓണാക്കി വെച്ച് കാണിച്ചു തരാനാണ്. ഗാമ, ലിഫ്റ്റ്, ഗെയിൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ മോഡുകളും കാര്യങ്ങളൊക്കെ നന്നാക്കി വെക്കുക. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. പവർ കൂടിയ വണ്ടിക്ക് പവർ കൂടും എന്ന് പറഞ്ഞാൽ. അതുപോലെ ടിൻറ്റ് ആണെങ്കിൽ ഒരു ടിൻറ്റ് അറിയാലോ, ഒരു മെജന്തയും അല്ലെങ്കിൽ ഒരു സ്യാനുമാണ് ആ ഒരു ടിൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടിൻറ്റ് വേണ്ട. പിന്നെ ഇത് ഒരു ടൈപ്പ് എക്സ്പോഷർ ആണ്, അത് വേണ്ട. അയ്യോ, ഓക്കെ. അടുത്ത കളർ ഫിൽറ്റർ ആണ്. കളർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളർ മതി, അത്രയാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വലിയ ആലോചിച്ച് കൂട്ടാനൊന്നുമില്ല. ഹ്യൂ ആണെങ്കിൽ എന്താ പല പല ടൈപ്പ് കളർ കോമ്പിനേഷൻ ഒക്കെ അങ്ങനെ വരും. സാച്ചുറേഷൻ ആകുമ്പോൾ ആ കളർ ഒന്നുകൂടി പോപ്പപ്പ് ചെയ്ത് വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകണേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഇത് സാച്ചുറേഷൻ കൂട്ടി കഴിഞ്ഞാൽ കളർഫുൾ ആകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആക്കി വെക്കാം, കാരണം ഈ ഒരു തീമിന് കളർഫുൾ നല്ല ചേരുന്നൊരു സംഭവമാണ്. പിന്നെ റെഡ് ചാനൽ, ഗ്രീന്, ബ്ലൂ ഇതിലൊന്നും അധികം കളിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പല കേസിലും നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയി വരുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് അതുപോലെ നമുക്ക് കളർ ഗ്രേഡിങ് എടുക്കാം. ഒരു ബ്ലൂ ടെൻറ്റ് അല്ല ടിൻറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗാമ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലൈൻ ആണ് മെയിനായിട്ട് ഈ ഗാമ ഉദ്ദേശിക്കുന്നത്. ഗാമ അവിടേക്കും ഈ ഒരു ടൈപ്പ് നമുക്ക് വേണ്ട ടിൻറ്റ് കൊണ്ടുവരാൻ പറ്റും. സെയിം ലൈക്ക് ഗ്രെയിനും. ഓക്കെ, നമുക്ക് ഇവിടെ അത്ര വേണ്ട, ഞാൻ ഇവിടെ ലിഫ്റ്റ് മാത്രം കുറച്ചൊരു ബ്ലൂയിഷ് കളർ ആക്കിയെന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു എഫക്റ്റ് ആണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഡെപ്ത് ഓഫ് ഫീൽഡ് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു ഫോക്കസിങ് ആണ്. അതായത് നമുക്ക് കാണേണ്ടത് എന്താണോ അത് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള, ബാക്കിയെല്ലാം കുറച്ച് ബ്ലറി എഫക്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് ഞാൻ ഓഫാണ്. ഇപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് ഇതാകുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രക്കിന്റെ ഒരു പോർഷൻ ബ്ലർ ആയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്രണ്ടിലത്തെ കുറച്ച് പോർഷൻസ് ബ്ലർ ആയ മാതിരി ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലത്തെ എല്ലാം മോഡ് എനേബിൾ ചെയ്യാണ്. എനേബിൾ ചെയ്തിട്ട് ഈ അപ്പേച്ചർ ഒന്ന് ഞാൻ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്ലർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 5 ആണ് ഡിഫോൾട്ട് ചെയ്യുന്നത്. ഓക്കെ, 5.6 ഡിഫോൾട്ട്. ഓക്കെ, എന്നിട്ട് ഫോക്കൽ ലെങ്ത് കുറച്ച് കൂട്ടാണ്. എന്നിട്ട് ഫോക്കസ് ഡിസ്റ്റൻസ്, നമുക്ക് ഏത് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനാണ് കാണേണ്ടതെന്നാണ്. ഇപ്പോൾ ഫോക്കസ് ഡിസ്റ്റൻസ് കിടക്കുന്ന ഏകദേശം ഈ ഒരു ട്രാഷ് ബിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫോക്കസ് കുറച്ചും കൂടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് ഫോക്കസ് പോയിന്റ് കൊണ്ടുവരാം. അപ്പോൾ എന്താവും, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ബ്ലറോ നമ്മളെ വേണ്ട ഭാഗം മാത്രം എന്താ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ട്രാഷ് പിന്നാണ്. എന്നിട്ട് ഫോക്കസ് ലെങ്ത് കുറച്ചുണ്ട്. ഇനി നമുക്കിവിടെ സ്മോള്, വെരി ലാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സീനിന് ആവശ്യമില്ല. അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ നമ്മുടെ ഇവിടെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഡോട്ട് ആയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഗ്രെയിന് കാണാൻ പറ്റും. ഗ്രെയിൻ ഇപ്പോൾ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഗ്രെയിൻ എഫക്റ്റ് കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. എനിക്ക് കാണുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രെയിൻ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രെയിന് വേണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും. ലെൻസ് ഡിസ്റ്റോഷൻ ഒന്നുമില്ല. ലെൻസിന്റെ പെർസ്പെക്റ്റീവ് തന്നെ നമുക്ക് റൗണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് കളർ പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു ബോള് പോലെയോ ഒക്കെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ലെൻസ് ഡിസ്റ്റോഷന് നമുക്ക് ഇവിടെ ആവശ്യമില്ല. മോഷൻ ബ്ലർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മോഷൻ വരുന്ന സ്ഥലത്ത് ഒരു ബ്ലർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ബ്ലർ ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് സപ്പോസ് നമ്മൾ ഈ ഒരു ട്രാഷ് ക്യാന് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോഷൻ ബ്ലർ എനേബിൾഡ് ആണ്. ഞാൻ മോഷൻ ബ്ലർ നല്ലോണം കൂട്ടിയിട്ട് വിചാരിച്ചു, ചിലപ്പം ബിസിഡാവും, നമ്മൾ നോക്കാം. എന്നിട്ട് ഞാനിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ബ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ സാധിക്കില്ല, പക്ഷെ ഇത് ചിലപ്പോൾ ഓഫാക്കി വെച്ചാൽ അറിയാൻ സാധിക്കായിരിക്കും. എനിവേ നമ്മുടെ ഗെയിമിൽ മൂവിങ് ഒബ്ജക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോഷൻ ബ്ലറിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഡൈനാമിക് ആയിട്ട് എന്തുണ്ടെങ്കിലും അവിടെ ഒരു മോഷൻ ബ്ലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ പറ്റും. സോ ഇവിടെ റിയലിസ്റ്റിക്കിന്റെ അത്ര ആവശ്യം വരുന്നില്ല. സോ അത്രേ ഉള്ളൂ. പിന്നെ സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻ നമുക്ക് ഇപ്പോൾ തീരെ ആവശ്യമില്ല. കാരണം
ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. ദിസ് എഫക്ട് ഓൺലി വർക്ക്സ് വിത്ത് ഡിഫേർഡ് റെൻഡറിങ് പാത്ത്. ഡിഫേർഡ് റെൻഡറിങ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാമറയിൽ ഈ റെൻഡറിങ് പാത്തിൽ ഡിഫേർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് വർക്കിംഗ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഡിഫേർഡ് ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. യൂസ് ഗ്രാഫിക് സെറ്റിങ്സ് തന്നെ ധാരാളമാണ്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഗെയിമിന് കുറച്ചും ലോഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ പോയിട്ട് നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് വിഗ്നെറ്റ്, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും പലരും പല രീതിയിൽ പറയുന്നത് കേൾക്കാം. അപ്പോൾ വിഗ്നെറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ബോർഡർ കുറച്ചും കൂടി ഡാർക്കിഷോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കളറിലേക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ വിഗ്നെറ്റ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ ഇതാ ഇത്രത്തോളം ഡാർക്ക് കളറാക്കാൻ വേണ്ടിയും പറ്റും. ഇവിടെ കളറ് ബ്ലാക്ക് ആണ്, പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ഒക്കെയാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി കളർ ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കളർ ഗ്രേഡ് ചെയ്ത് വെച്ചുകൊണ്ട് ബ്ലാക്ക് കാണണമെങ്കിൽ എന്താണോ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് കൂട്ടണമെങ്കിൽ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടും. ഓക്കെ, നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ എഫക്റ്റും നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയാം ഇത് അത്ര പെർഫെക്റ്റും കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോസ്റ്റ് പ്രോസസ്സിങ് പ്രോസസ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായതെന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സിപ്പ് ഫയൽ ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സോ പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.